البيت من استطاع إليه سبيلا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്നവർ, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റുമുറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്നവരുണ്ട്. പലരും സ്കാനിങ്ങുകൾ എടുക്കാൻ പോകുന്ന ദിവസമാണ്. ദുആ ചെയ്യേണ്ട, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. സ്കാനിങ്ങുകളുടെ റിസൾട്ട് വരുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാവാത്ത രീതിയിലുള്ള റിസൾട്ടാക്കി നീ അത് മാറ്റിത്തരണേ റഹ്മാനെ. പള്ളിയിലൊന്നും വരാൻ കഴിയാതെ ഓപ്പറേഷനും മറ്റുമൊക്കെ കഴിഞ്ഞ് വീടുകളിൽ വിശ്രമിക്കുന്നവരുണ്ട്. നമ്മുടെ പള്ളിയിൽ എപ്പോഴും ക്ലീനിങ്ങിനൊക്കെ വന്നിരുന്ന നമ്മുടെ സിറാജിക്ക സുഖമില്ലാതെയാണ്, ചെറിയൊരു മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അല്ലാഹുവേ എല്ലാവരുടെയും രോഗങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്നത്തെ ഖുതുബയിലൂടെ പ്രധാനമായും നമ്മളോട് പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ചുകൂടി ഒരേ വസ്ത്രത്തിലും ഒരേ വേഷത്തിലും ഒരേ ചിന്തയിലും ഒരേ കാഴ്ചപ്പാടുകളുമായി ലക്ഷങ്ങൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന മഹിതമായ മഹത്തകരമായ ആ ഒരു ഹജ്ജ് കർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധമായ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജ് കർമ്മം. ഇതിന് കഴിവുള്ള ഒരാൾ അത് നിർവഹിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള ഒരു മുഅ്മിനായി മാറുന്നത്. ഹജ്ജ് ആർക്കാണ് നിർബന്ധം? ഹജ്ജുമായി ബന്ധപ്പെട്ട് ഖുർആൻ, ഹദീസിന്റെ വചനങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. എന്നാലും ഒന്നുകൂടെ നമ്മളത് മനസ്സിലാക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം കഴിയുമ്പോൾ ഓരോ ആളുകളും അവരോട് തന്നെ ചോദിക്കുക, എനിക്ക് ഹജ്ജ് നിർബന്ധമുള്ള ഒരാളാണോ? ഞാൻ അതിന് പോവേണ്ടവനല്ലേ? എനിക്ക് ഇങ്ങനെ പിന്തിപ്പിക്കാൻ പറ്റുമോ എന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായി അതാർക്കൊക്കെയാണ് നിർബന്ധം, ആരൊക്കെ അതിന് പോവണം, ഇനി അതിന് പോയില്ല എങ്കിൽ എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, വലില്ലാഹി അലന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹുവോടുള്ള ഒരു ബാധ്യതയാണ്, ഒരു കടപ്പാടാണ്. അല്ലാഹുവിനോട് നമുക്കുള്ള കടപ്പാടാണ് ജനങ്ങൾക്ക്. ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ള ആളുകൾ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യൽ. ഹജ്ജ് എന്നും പറയാം, ഹിജ്ജ് എന്നും പറയാം. ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത് ഹിജ്ജ് എന്ന പ്രയോഗമാണ്. എന്താണെങ്കിലും കഴിവുള്ള ആളുകൾ അല്ലാഹുവിങ്കൽ ചെന്ന്, കഅബത്തിങ്കൽ ചെന്ന് അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഓരോ ജനങ്ങൾക്കും അല്ലാഹുവോടുള്ള ബാധ്യതയാകുന്നു എന്നാണ് ഖുർആനിക വചനം. ഇവിടെ കഴിവുള്ളവർ എന്നതാണ് ഖുർആനിന്റെ പ്രയോഗം. ഈ കഴിവുള്ളവരാരാണ്? ആർക്കാണ് ഹജ്ജ് നിർബന്ധം? ഇതുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ വിശദീകരിക്കുന്നു. മഹാന്മാര് നമുക്കത് പരിചയപ്പെടുത്തി തരുന്നു. മുസ്ലിം ആവണം, അതേപോലെ പ്രായപൂർത്തി ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം, കഴിവുണ്ടാവണം, സ്വതന്ത്രനാവണം. ഇത്രയും ഘടകങ്ങൾ ഒരാൾക്ക് ഒത്തിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമാണ്. മുസ്ലിമാണ് നമ്മളൊക്കെ. അപ്പൊ അതിൽ നമ്മളെല്ലാവരും പെട്ടു. പിന്നെ ബുദ്ധി ഉണ്ടാവുക, നമ്മൾ ഭ്രാന്തനോ മന്ദബുദ്ധികളോ ഒന്നുമല്ല, അപ്പൊ അതിലും നമ്മൾ പെട്ടു. മുസ്ലിം ആവണം, ബുദ്ധി ഉണ്ടാവണം, പ്രായപൂർത്തി ഉണ്ടാവണം, കഴിവുണ്ടാവണം. ഈ കഴിവിലാണ് നമ്മളിൽ പലരും ഇപ്പൊ ഹജ്ജ് നിർബന്ധമല്ലാതെയാകുന്നത്. ഹജ്ജിനുള്ള കഴിവ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികമായി അവന് കഴിവുണ്ടാവണം.
ശാരീരികമായി അവന് കഴിവുണ്ടാവണം. സാമ്പത്തികമായി കഴിവ് എന്ന് പറയുമ്പോൾ ഈ യാത്രക്ക് ആവശ്യമായിട്ടുള്ള ചിലവുകൾ, ആ യാത്രയിൽ അവനുള്ളതായ ഭക്ഷണം, അവനുള്ളതായ താമസത്തിന്റെ ഇടം, അവൻ പോയി വരുന്നത് വരെ അവനെ ആശ്രയിച്ച് കഴിയുന്ന അവന്റെ ഉമ്മ, ബാപ്പ, ഭാര്യ, മക്കൾ, അവർക്കുള്ള താമസ സ്ഥലം, അതേപോലെ അവരുടെ ഭക്ഷണം, ഈ പോയി വരുന്നതിന്റെ ഇടയിൽ, ഈ ഹജ്ജിന് പോയി വരുന്നതിന്റെ ഇടയിൽ അവൻ അവധിയെത്തിയിട്ടുള്ള കടമുണ്ടെങ്കിൽ അത്, ഇതൊക്കെ കഴിവിൽ പെടും. ഇതൊക്കെ കറക്റ്റായ ഒരാൾ ഹജ്ജ് കർമ്മം ചെയ്യൽ അവന് ബാധ്യതയാണ്. പല ആളുകളും കടം എന്നതിന്റെ പേരിൽ ഇങ്ങനെ നീട്ടി പോവാറുണ്ട്. കടം എന്ന് പറയുമ്പോ ഹജ്ജിന് പോയി വരുന്ന ആ ഡേറ്റിൽ നമ്മൾ കൊടുക്കേണ്ട കടം, ആ കടമുള്ള ആളാണ് ഹജ്ജിൽ നിന്ന് ഒഴിവുള്ളൂ. ഇനി കടമുണ്ട് നമുക്ക്, അത് ഏറ്റെടുക്കാൻ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്വത്തുണ്ട് എങ്കിൽ അതൊക്കെ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട്, അഥവാ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ, ഈ കടങ്ങളൊക്കെ വീട്ടണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനൊന്നും കടം ഉണ്ട് എന്നതിന്റെ പേരിൽ ഹജ്ജിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നയാളല്ല. ഇതാണ് കഴിവ്. യാത്രക്കുള്ളതായ അവന്റെ ചെലവ്, വരുന്നത് വരെ അവന്റെ ആശ്രിതരായി കഴിയുന്നവരുടെ ചിലവ്, അവധിയെത്തിയതായ കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള വഴി, ഇതെല്ലാം അവന്റെ കഴിവ് എന്ന ആ ഒരു ഗണത്തിലാണ് പെടുക. ഇതൊക്കെ ഉള്ള ഒരാൾ കഅബത്തിങ്കൽ ചെന്ന് ഓരോ വർഷവും എന്നല്ല, ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധിയായാൽ, ഹജ്ജ് കർമ്മം നിർബന്ധമായ ഒരാൾക്ക് അവന് പോകുന്നില്ല, എനിക്ക് ഹജ്ജൊന്നും വേണ്ട, ഹജ്ജ് ഇല്ല എന്ന് നിർബന്ധത്തെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇനി നാളെ പോവാം, അടുത്ത കൊല്ലം പോവാം, പിന്നെയാവാം എന്ന് പറഞ്ഞിങ്ങനെ അതിനെങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. വമൻ കഫറ, ആരെങ്കിലും അതിനെ നിഷേധിച്ചു കളഞ്ഞാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. അല്ലാഹുവിന് നിന്റെ ഹജ്ജിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഹജ്ജ് ചെയ്യുക എന്നുള്ള ആവശ്യം നിനക്ക് തന്നെയാണ് മനുഷ്യ. അത് നീ മുഖവിലക്കെടുത്തോളണം, അതല്ല എങ്കിൽ നിനക്ക് നാശമുണ്ടാകും എന്നതാണ് അതിന്റെ ധ്വനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളും ഇതുമായി ചേർത്തി നമ്മൾ വായിക്കണം. നിർബന്ധമുള്ള ആള് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി നബി തങ്ങൾ അത് വിശദീകരിക്കുകയാണ് ഒന്നുകൂടെ. മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വലം യഹുജ്ജ. ഒരാൾക്ക് കഅബത്തിങ്കലേക്ക് ചെല്ലാനുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതായ ആ ഭക്ഷണം, അവനും അവന്റെ ആശ്രിതർക്കും കൊടുക്കാനുള്ള ഭക്ഷണം, അവരുടെ താമസം, ഇതൊക്കെ ഉണ്ട്. അതേപോലെ അങ്ങോട്ട് എത്താനുള്ള വാഹനവും ഉണ്ട്, അതേപോലെ ആരോഗ്യവും അവനിക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരാൾ ഹജ്ജ് ചെയ്തില്ല. അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്യാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ മുസ്ലിം അല്ലാത്ത ഒരാളായി മരിക്കാൻ വരെ അത് കാരണമായേക്കാം എന്നാണ്. നസ്രാനിയായിട്ടോ ജൂതനായിട്ടോ അവൻ മരിച്ചേക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അത്രയും ഗൗരവമുണ്ട് എന്നാണ് അതിന്റെ ഈ ഹദീസിന്റെ ആശയം. നിർബന്ധമുള്ള ഒരാൾ അത് നിർവഹിക്കാത്ത രീതിയിൽ ആണ് ജീവിക്കുന്നത് എങ്കിൽ, മറ്റൊരു ഹദീസിൽ കാണാം അല്ലാഹു തആല പറയുന്നതായി നബി തങ്ങൾ പറയുന്നു. അല്ലാഹു തആല പറയാണ്, ഇന്ന അബ്ദൻ സ്വഹഹതു ലഹു ജിസ്മ, ഞാനൊരു അടിമക്ക് നല്ല ആരോഗ്യം കൊടുത്തു. ഒരടിമക്ക് അല്ലാഹു നല്ല ആരോഗ്യം കൊടുത്തു. വ ഔസഅതു അലൈഹി ഫിൽ മഈഷ, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിൽ വിശാലത നൽകി. അവന് ദാരിദ്ര്യമില്ല, ഭക്ഷണത്തിനോ താമസത്തിനോ നല്ല വീടുണ്ട്, കടങ്ങളില്ല. അതേപോലെ കടങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്. കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീട്ടാനുള്ള സ്വത്ത് അവനുണ്ടെങ്കിൽ അവൻ കടം എന്നുള്ള ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അവന് വിശാലത നൽകി. അവന് ഭക്ഷണത്തിന് ദാരിദ്ര്യമില്ല, ഭക്ഷണത്തിന് പ്രയാസമല്ല, അവന്റെ ആശ്രിതർക്ക് കൊടുക്കുന്നതിന് അവന് യാതൊരു പ്രയാസമല്ല, വീടുണ്ട്, എല്ലാ വിശാലതയും ജീവിതത്തിൽ അവനിക്ക് നൽകി. എന്നിട്ടും തംലി അലൈഹി ഖംസതു അഅവാമിൻ ലാ യഫിദു ഇലൈഹിൽ മഹ്റൂം, 5 വർഷം ഇതേ അവസ്ഥയിൽ അവൻ തുടർന്നു പോയാൽ
ഹജ്ജ് ചെയ്യാതെ 5 വർഷം ഈ അനുഗ്രഹങ്ങളൊക്കെ അവനിക്ക് ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ 5 വർഷം കഴിഞ്ഞു പോയാൽ അവൻ നന്മയിൽ നിന്ന് തടയപ്പെട്ടവൻ ആരാണ്? ശരിക്കും ഇബ്ലീസാണ്. ഇബ്ലീസ് ശരിക്കും ആരാ? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നന്മയിൽ നിന്ന് തടയപ്പെട്ട ആൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തയാൾ. നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്ത് പോകുന്ന ഇബ്ലീസിന് അറിയാം. സ്വർഗവും നരകമൊക്കെ കണ്ട ആളാണ് ഇബ്ലീസ്. പക്ഷെ അവന് നല്ല കാര്യം ചെയ്യാൻ കഴിയൂല, അതിന് തൗഫീഖ് ഉണ്ടാവില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും 5 വർഷം അള്ളാഹു അവന് നല്ല ആരോഗ്യം കൊടുത്തു, നല്ല സ്വത്തുണ്ട്, അവന് ജീവിതത്തിൽ ദാരിദ്ര്യമില്ല, പ്രയാസങ്ങളില്ല, നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാം ഒരു മനുഷ്യന് നൽകി 5 വർഷം അവൻ ഹജ്ജ് ചെയ്യാതെ തുടർന്നു പോയാൽ അവൻ നന്മയിൽ നിന്ന് തടയപ്പെട്ടവനാകുന്നു എന്നതാണ് നബി വചനം. അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓരോ ആളുകളും ചിന്തിക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ ആയത്തുകളും ഹദീസുകളും വെച്ച് ഓരോ ആളുകളും ഞാൻ എന്നിലേക്കാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് നിർബന്ധമുണ്ടോ അല്ലാഹുവേ? ഈ പറഞ്ഞത് പ്രകാരം എനിക്ക് ഹജ്ജ് നിർബന്ധമുണ്ടല്ലോ, ഈ പറഞ്ഞത് പ്രകാരം എനിക്ക് ഹജ്ജും ഉംറയും നിർബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ലെങ്കിൽ പ്രയാസമല്ലേ എന്ന് നമ്മളിൽ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഉണ്ടായിട്ടും സ്വത്തും കാര്യങ്ങളും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും അത് ചെയ്യാതെ നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിച്ചത്? ആർക്ക് വേണ്ടിയായി സ്വത്തും കെട്ടിപ്പിടിച്ച് നമ്മൾ ജീവിക്കുന്നത്? ഇത് പോയില്ലേ? ഇസ്ലാമിന്റെ 5ാമത്തെ കർമ്മമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാതെയാണ് മരിക്കുന്നത് എങ്കിൽ ഈമാനില്ലാത്ത ഒരു മരണമായിരിക്കാം, ഒരു പക്ഷേ ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കാൻ പാടില്ല. ആയേക്കാം. ഇതൊക്കെ ഗൗരവത്തിന്റെ ചില ഹദീസുകളാണ്. യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ ആയേക്കാം അവന്റെ അന്ത്യം എന്ന് പറയുമ്പോ അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഗൗരവമാണ്. അത് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുക. നിർബന്ധമുള്ള ഓരോ ആളുകളും അടുത്ത വർഷങ്ങളിൽ തന്നെ അതിന് പരിശ്രമിക്കുകയും ചെയ്യുക. മറ്റൊന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം, ഹജ്ജ് കർമ്മം എപ്പോഴും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നിർവഹിക്കേണ്ട ഒന്നാണ്. പ്രായമാവുക എന്നതല്ല ആരോഗ്യം. പ്രായമായാലും ആരോഗ്യം ഉണ്ടായാൽ മതി. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം. കാരണം നിസ്കാരത്തിന്റെ മറ്റുള്ള ഏതെങ്കിലും ഇബാദത്ത് പോലെയല്ല ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. തവാഫ് ആ കഅബയുടെ അടുത്ത് കിട്ടിയാൽ ഒരു പക്ഷേ 10 മിനിറ്റ് കൊണ്ടൊക്കെ തീരും. ലക്ഷക്കണക്കായ ആളുകൾ ഒരേ സമയത്ത് അവിടെ ചെയ്യുമ്പോ കഅബയുടെ അടുത്തൊന്നും കിട്ടൂല. വിശാലമായി ഒരുപാട് ചുറ്റേണ്ടി വരും. അപ്പൊ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും. തവാഫ് അത് നല്ല ശാരീരികമായിട്ടുള്ള അധ്വാനമുള്ള ഒരു കാര്യമാണ്. കഅബയുടെ അടുത്ത മത്വാഫിൽ കിട്ടിയില്ല എങ്കിൽ പോയ ആളുകൾക്കറിയാലോ. അതേപോലെ സഫാ മർവയുടെ ഇടയിലുള്ളതായ സഈ ചെയ്യൽ അത് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതാണ്, ശാരീരികമായിട്ടുള്ള അധ്വാനമുള്ളതാണ്. അതേപോലെ മിനയിലും അറഫയിൽ നിൽക്കുക, മിനയിൽ രാപ്പാർക്കുന്നതായ സമയങ്ങളിലൊക്കെ ജംറകൾ എറിയുന്നതായ സമയത്തൊക്കെ ഒരുപാട് നടക്കേണ്ടതായിട്ട് വരും. വാഹനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ലക്ഷക്കണക്കായ ആളുകൾ ഒരേ സമയത്ത് വരുമ്പോ അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. അവിടെയൊക്കെ ആരോഗ്യത്തോടുകൂടെ പോകുമ്പോഴാണ് നമുക്കതിൽ ഇഖ്ലാസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറെ നടക്കുമ്പോ കാലിന്റെ ഒരു ഭാഗത്ത് വേദനയാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് പിന്നെന്ത് ഇഖ്ലാസ് ഉണ്ടാവുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് എപ്പോഴും അത് നിർബന്ധമുള്ള ആളുകൾ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ ഹജ്ജിന് പോയ ഒരാൾ, നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി, ഉസ്താദെ ഒരുപാട് ഞാൻ എപ്പോഴും ഉസ്താദ് പറയാറുണ്ട്, എന്നാലും ആരോഗ്യമുള്ള സമയത്ത് തന്നെ അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ ഉസ്താദ് പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ടെങ്കിലും അത് ഇവിടെ വരുമ്പോ നമുക്ക് മനസ്സിലാകും. ക്ലൈമറ്റ് മാറുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും. നടക്കാനൂടെ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതൊന്നും നടന്നു ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ ചെയ്യുന്നത് ഒരു ഷോക്ക് വേണ്ടിയല്ലാതെ ഒരു ഇഖ്ലാസോടുകൂടെ നമ്മൾ അതൊക്കെ നിർവഹിക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള നിർവൃതി നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കണമെങ്കിൽ ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുക. ചെറുപ്പക്കാരും അതേപോലെ നിർബന്ധമുള്ള ആളുകളും അതിന് കഴിവുള്ള ആളുകളും ഒക്കെ ഇനിയും കഴിയട്ടെ, അടുത്ത വർഷമാവട്ടെ എന്ന രീതിയിൽ അത് പിന്തിപ്പിച്ചുകൊണ്ട് പോവാതെ
അടുത്ത വർഷങ്ങളിൽ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ രീതിയിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹു തൃപ്തിപ്പെട്ടതുപോലെ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകുറ്റങ്ങളില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്ത് അവന്റെ ഹജ്ജ് പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിനം എത്രയോ പവിത്രമായും പാപങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതനുമായിട്ടാണോ അവന്റെ മനസ്സുള്ളത് എങ്കിൽ അതേ പ്രകൃതിയിലേക്ക് ഒരു ഹജ്ജ് കഴിയുമ്പോഴേക്ക് അവനെ അള്ളാഹു മാറ്റും എന്നതാണ് ഹദീസിന്റെ മറ്റൊരു വചനം. അതുകൊണ്ട് ഈ ഒരു തൗഫീഖ് ഇപ്രാവശ്യം ഹജ്ജിന് പോയ എല്ലാവർക്കും അള്ളാഹു തആല പ്രദാനം നൽകുമാറാവട്ടെ. ഹജ്ജ്